വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 15-ാമത്തെ വാക്യം. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായതുകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എന്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. യുദ്ധമുഖം വളരെ ആശങ്കകൾ നിറഞ്ഞ ഇടമാണ്. യുദ്ധ സാഹചര്യങ്ങൾ. ഒരിക്കലൊരു യുദ്ധത്തിൽ നിന്ന് ഒരു സൈനികൻ തിരികെ എത്തി, മടങ്ങിയെത്തി. അദ്ദേഹം തന്റെ ക്യാപ്റ്റനോട്, സൈന്യാധിപനോട് പറഞ്ഞു, എന്റെ ഉറ്റ സ്നേഹിതൻ യുദ്ധമുഖത്ത് നിന്ന് മടങ്ങി വന്നിട്ടില്ല, തിരിച്ചു വന്നിട്ടില്ല. അവൻ എന്തെങ്കിലും പ്രയാസം പറ്റി കാണുമോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നറിയില്ല. ഏതായാലും എനിക്ക് ആ സ്നേഹിതന്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ ക്യാപ്റ്റൻ വളരെ പുച്ഛത്തോടുകൂടി ഈ സൈനികനെ നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ സ്നേഹിതൻ ഇതുവരെയും മടങ്ങിയെത്തിയിട്ടില്ല എന്നതിന്റെ അർത്ഥം അവന് ഇനി തേടി പോയിട്ട് കാര്യമില്ല. കാരണം യുദ്ധത്തിൽ അവൻ മരണപ്പെട്ടു പോയി കാണും. നിന്റെ സ്നേഹിതനെ ഇനി അന്വേഷിച്ചിറങ്ങിയിട്ട് കാര്യമില്ല. യുദ്ധമുഖത്ത് നീ അവനെ അന്വേഷിച്ചു പോയാൽ അത് നിനക്കും അപകടമാണ്. ക്യാപ്റ്റൻ എന്തെല്ലാം പറഞ്ഞിട്ടും കൂട്ടാക്കാതെ, ക്യാപ്റ്റന്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ആ സൈനികൻ തന്റെ സുഹൃത്തിനെ തേടിയിറങ്ങി. കുറച്ച് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ സുഹൃത്തിനെ അന്വേഷിച്ചിറങ്ങിയ സൈനികൻ തന്റെ ഉറ്റ സുഹൃത്തിന്റെ മൃതദേഹവുമായി മടങ്ങി വന്നു. ഉറ്റ സുഹൃത്തിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ട് നിൽക്കുന്ന സൈനികനോട് ക്യാപ്റ്റൻ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പോയിട്ട് കാര്യമില്ലായിരുന്നു. ഇപ്പൊ എന്തായി? സൈനികൻ താൻ ചുമന്നുകൊണ്ടുവന്ന മൃതശരീരത്തോട് ചേർന്ന് നിന്ന് പറയുന്നുണ്ട്, ശരിയാണ്, അന്വേഷിച്ചു പോയതിൽ വലിയ കാര്യം ഒന്നും ഉണ്ടായില്ല, വലിയ നേട്ടവും പ്രയോജനവും ഉണ്ടായില്ല. പക്ഷേ ഒരു നല്ല കാര്യം സംഭവിച്ചു. എന്താണ്? ഞാൻ എന്റെ സുഹൃത്തിനെ തേടി യുദ്ധമുഖത്തേക്ക് ചെന്നപ്പോൾ വാസ്തവത്തിൽ അവൻ മരിച്ചിട്ടില്ലായിരുന്നു, അവന് ജീവനുണ്ടായിരുന്നു. മരണാസന്നനായി കിടക്കുകയായിരുന്നു എന്റെ സുഹൃത്ത്. മരണാസന്നനായി കിടന്ന ആ സുഹൃത്ത് എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആരും അന്വേഷിച്ചു വന്നില്ലെങ്കിലും എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. ആരും വന്നില്ലെങ്കിലും നീ എന്നെ തേടി വരും എന്ന് എനിക്കറിയാമായിരുന്നു. ആ ഒരു സന്തോഷത്തോടും പുഞ്ചിരിയോടും കൂടിയാണ് ആ സ്നേഹിതൻ ഇങ്ങനെ മരിച്ചു വീണ. ജൂലൈ 30 ഇന്ന് ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്, ലോക സൗഹാർദ്ദ ദിനം. അതാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത. ഇന്ന് നാം പാഠമായി വായിച്ച യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഈ സൗഹാർദ്ദ ദിനവുമായി ബന്ധപ്പെട്ട്, വേൾഡ് ഫ്രണ്ട്ഷിപ്പ് ഡേയുമായി ബന്ധപ്പെട്ട് യേശു നേരിട്ട് പറഞ്ഞൊരു വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു പറയുകയാണ്, ഇനി മുതൽ നിങ്ങൾ എന്റെ ദാസന്മാരല്ല, ഇനി ദാസൻ എന്ന് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നില്ല, പകരം നിങ്ങൾ എന്റെ സ്നേഹിതരാണ്. സാക്ഷാൽ ദൈവപുത്രനായ ക്രിസ്തു ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ എന്റെ സ്നേഹിതരാണ്, നിങ്ങൾ എന്റെ ഫ്രണ്ട്സാണ്, നിങ്ങൾ എന്റെ കൂട്ടുകാരാണ്. ഇതൊരു വലിയ സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും നൽകുന്നത്. ബട്ട് ഐ ഹാവ് കോൾഡ് യു ഫ്രണ്ട്സ്. യേശു പറയുന്നു, ഇനി നിങ്ങൾ എന്റെ ദാസന്മാരല്ല, നിങ്ങൾ എന്റെ കൂട്ടുകാരാണ്, സുഹൃത്തുക്കളാണ്. ഒരുപാട് പാട്ടുകൾ യേശു സ്നേഹിതനാണ് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ പാടാറുണ്ട്. ഉദാഹരണത്തിന്, യേശു ആത്മസ്നേഹിത, വെള്ളം പൊങ്ങിച്ചേരുമ്പോൾ, കാറും കോളും ഏറുമ്പോൾ ഞാൻ നിൻ മാർഗിലാം അപ്പോൾ. യേശു ആത്മസ്നേഹിത. വളരെ പ്രസിദ്ധമായ ഒരു പാട്ടുണ്ട്, പാപസങ്കടം താങ്ങിയിടാൻ യേശു തക്ക സ്നേഹിതൻ. നമ്മൾ കുറച്ചു മുമ്പ് ഒരു പാട്ട് പാടി, യേശുനാട് ഞങ്ങൾ. വാസ്തവത്തിൽ അന്നേരത്തും സ്നേഹിതൻ ദൈവം ആകുന്നുണ്ട്. രക്ഷകനെ സ്നേഹിതനായി എഴുതിയിരിക്കുന്ന മനോഹരമായ പാട്ട്. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ക്രിസ്തു നമ്മുടെ സ്നേഹിതനാണ് എന്ന് പറയുന്നതിൽ പരം ഒരു ആശ്വാസം, ഒരു സമാധാനം നമുക്ക് വേറെ കിട്ടാനില്ല. എനിക്ക് ഉത്തമ സ്നേഹിതനായി എന്റെ യേശു ഉണ്ട്. എന്റെ ജീവിതത്തിൽ ആരെല്ലാം വിട്ടുപോയാലും, ആരെല്ലാം തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം വെറുത്താലും എന്നെ സ്നേഹിക്കുന്ന ഒരു സ്നേഹിതൻ എനിക്കുണ്ട്. അത് നിത്യമായ, ഉറപ്പുള്ള, ശാശ്വതമായ ഒരു സ്നേഹിതനാണ്. അതാണ് ക്രിസ്തു എന്ന സ്നേഹിതൻ. അപ്പോൾ യേശുവിനെ സ്നേഹിതൻ എന്ന് വിളിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് യേശുവിനെ സ്നേഹിതൻ
അല്ലെങ്കിൽ യേശു നമ്മെ സ്നേഹിതർ എന്ന് അഭിസംബോധന ചെയ്തത്? ഒന്നാമത്തെ കാര്യം, യേശുവിന്റെ സവിശേഷത നമുക്ക് വിശ്വസിക്കാം, നമ്മെ വിട്ടുകളയുകയില്ല. വിശ്വസിക്കാം, വിട്ടുകളയാത്ത കൂട്ട്. ഒരിക്കൽ പത്രോസും യേശുവും തമ്മിലൊരു സംഭാഷണം നടക്കുമ്പോൾ പത്രോസ് പറഞ്ഞു, ആരെല്ലാം വിട്ടു പോയാലും ഞാൻ വിട്ടിട്ട് പോവില്ല, ഞാൻ തള്ളിക്കളയില്ല. അപ്പൊ മറ്റ് ശിഷ്യന്മാർ പറയാത്ത ഒരു ചിന്ത പത്രോസ് പറയുകയാണ്, ഞാൻ യേശുവിനോടൊപ്പം ഉണ്ടാകും. പക്ഷേ തീ കായുന്ന ആ ഇടവേളയിൽ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് 3 പ്രാവശ്യം പത്രോസ് തള്ളിപ്പറയുകയാണ്. പിന്നീട് നമുക്കറിയാം, പത്രോസിന്റെ ജീവിതത്തിൽ ആഴമായ പാപബോധം ഉണ്ടാകുന്നു. പത്രോസ് നിലവിളിച്ച് കരയുന്നുണ്ട്, എന്റെ രക്ഷകനെ ഞാൻ തള്ളിക്കളഞ്ഞല്ലോ, എന്റെ ജീവന്റെ ദാതാവിനെ ഞാൻ തള്ളിപ്പറഞ്ഞുവല്ലോ. അങ്ങനെ പത്രോസിൽ അനുതാപം ഉണ്ടാകുമ്പോൾ പത്രോസിനോട് 3 ചോദ്യം. ശരിക്കും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? വാസ്തവത്തിൽ നിന്റെ സ്നേഹം ശരിയായതാണോ? 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനെ 3 ചോദ്യങ്ങളിലൂടെ 3 പ്രാവശ്യം ഏറ്റു പറയിപ്പിക്കുകയാണ്. അപ്പോൾ പത്രോസിന്റെ ജീവിതം മാത്രം പരിശോധിച്ചാൽ മതി, നമ്മൾ വിട്ടുകളഞ്ഞാലും നമ്മൾ വിട്ടുകളയാത്ത സ്നേഹിതനാണ് ക്രിസ്തു എന്ന് വ്യക്തം. ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞുപോകും, നമ്മുടെ ദൈവത്തിൽ നിന്ന് മാറി സഞ്ചരിക്കും. നമ്മുടെ സ്വാർത്ഥതകളിലും സ്വകാര്യങ്ങളിലുമൊക്കെ നമ്മുടെ ഈ ദൈവത്തിൽ നിന്ന് മാറിക്കളഞ്ഞാലും മാറാത്ത സ്നേഹം, വിട്ടുകളയാത്ത സ്നേഹം, എത്ര കഠിനമായ പാപത്തിന്റെ അവസ്ഥയിൽ നാം അകന്നു പോയാലും, എത്രമേൽ ഹീനമായി ഈ ദൈവത്തെ തള്ളിക്കളഞ്ഞാലും. ഞാൻ ഈയിടയ്ക്ക് വായിച്ചൊരു നല്ലൊരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുകയാണ്, ദൈവമില്ല എന്ന് പറയുന്നവരെയും ദൈവം സ്നേഹിക്കുന്നു, ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്നവരെയും ദൈവം സ്നേഹിക്കുന്നു. അതാണ് ഈ സൗഹാർദ്ദത്തിന്റെ, യേശു കർത്താവിന്റെ സൗഹാർദ്ദത്തിന്റെ പ്രത്യേകത. ആരെയും വെറുക്കാനും മാറ്റി നിർത്താനും ഈ ദൈവത്തിന് കഴിയില്ല. ലോകത്തിന്റെ രക്ഷിതാവായി ഈ ലോകത്തെ സ്നേഹിച്ച് തന്റെ ജീവൻ പോലും പിടിയുവാൻ താല്പര്യമെടുത്ത ക്രിസ്തു ഫെയ്ത്ത്ഫുൾ ആണ്, എ ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട്. അതാണ് യേശു എന്ന സ്നേഹത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ സവിശേഷത. അപ്പോൾ യേശു ഒരു ഉപമ പറയുന്നുണ്ട്, മുടിയൻ പുത്രൻ ഈ വീട്ടിൽ നിന്ന് ലഭിച്ച സൗഭാഗ്യങ്ങളും നന്മകളും ഒക്കെ ഇങ്ങനെ അടിച്ചു തീർത്ത് ഒന്നുമില്ലാത്തവനായി, എല്ലാം നഷ്ടപ്പെട്ടവനായി, അല്ലെ, ഒരു 0 അനുഭവത്തിൽ ആ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ആ പിതാവ് സ്നേഹത്തോട് ചേർത്ത് പിടിക്കുകയാണ്. അവിടെ പറയുന്നുണ്ട്, എന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു, എന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു. വാസ്തവത്തിൽ ഒരു മരണ ദുഃഖം തളം കെട്ടിയിരുന്ന ആ വീട്ടിൽ നൃത്തവും വാദ്യാഘോഷവും ഉയർന്നു എന്നാണ് ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുക. എത്രത്തോളം നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ, നമ്മുടെ അഹങ്കാരം കൊണ്ടോ, നമ്മുടെ അജ്ഞത കൊണ്ടോ നാം ഈ സ്നേഹിതനിൽ നിന്ന് നടന്നുപോയാൽ ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട്, വിശ്വസിക്കാം, നമ്മെ ഈ ദൈവം വിട്ടുകളയുന്നില്ല. ഇതാണ് ക്രിസ്തു എന്ന സ്നേഹിതന്റെ പരമപ്രധാനമായ പ്രത്യേകത. 2, റെസ്പെക്ട്ഫുൾ. ക്രിസ്തുവിന് അങ്ങനെ ഒരു ചരിത്രമുണ്ട്. മറ്റുള്ളവരെ മാനിക്കുന്ന മിത്രമാണ് ക്രിസ്തു. മറ്റുള്ളവരെ മാനിക്കും. ഒരു ഉദാഹരണത്തിന് യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം, പെസഹയുടെ പശ്ചാത്തലത്തിൽ ഒരു അത്താഴം നടക്കുമ്പോൾ ആ അത്താഴത്തിൽ നിന്ന് യേശു എഴുന്നേറ്റു, വസ്ത്രം മാറ്റി, ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകി. ഒരു വല്ലാത്ത പ്രവൃത്തിയാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം സാധാരണക്കാരായ കടലോരങ്ങളിൽ സാധാരണ ജോലികൾ ചെയ്ത് ജീവിച്ചിരുന്ന ശിഷ്യന്മാരെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് വിളിക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ പരമമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവരുടെ കാൽ കഴുകി, ശിഷ്യരുടെ കാൽ കഴുകി. ആരാണ്? ക്രിസ്തു എന്ന സ്നേഹിതൻ. മറ്റുള്ളവരെ മാനിക്കണം. പാവങ്ങളെ നിയന്ത്രിക്കുമ്പോൾ യേശു ഒരിക്കലും മനുഷ്യനെ നിയന്ത്രിച്ചില്ല. എന്നാൽ യേശു മനുഷ്യരെ സ്നേഹത്തോടെ ആദരവോടെ വിളിക്കുകയാണ്. യേശു മനുഷ്യരെ ക്ഷണിക്കുകയാണ്. യേശു മനുഷ്യരെ പഠിപ്പിക്കുകയാണ്. നിർബന്ധവും ശാഠ്യവും ഒന്നുമില്ല, സ്നേഹം മാത്രം. സ്നേഹം മാത്രം. ഇതാണ് യേശുവിന്റെ ഭാഷ. യേശുവിന്റെ ശരീരഭാഷ സ്നേഹത്തോടെയുള്ള വിളിയാണ്, സ്നേഹത്തോടെയുള്ള ക്ഷണമാണ്. നിർബന്ധവും ശാഠ്യവുമില്ല. നമ്മുടെ ജീവിതത്തിന് നൽകേണ്ട മാന്യതയും ആദരവും നൽകുന്ന ഒരു സുഹൃത്താണ് ക്രിസ്തു. ഒരു യവനക്കാരൻ പ്രമാണിയെ കുറിച്ച് നമ്മൾ സുവിശേഷത്തിൽ വായിക്കും. മത്തായി സുവിശേഷം 19-ാം അധ്യായം, മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം, ലൂക്കോസ് സുവിശേഷം 18-ാമത്തെ വാക്യം. അവിടെ ഈ യവനക്കാരനായ പ്രമാണിയോട് ഒരു സംഭാഷണം നടത്തുന്നുണ്ട്. യേശു പറഞ്ഞു, ഒരു കുറവുണ്ട്, നിനക്കൊരു കുറവുണ്ട്, ദരിദ്രർക്ക് പങ്കിടണം. പക്ഷേ അവന് സമ്പത്തുണ്ടായിരുന്നത് കൊണ്ട് അവനിങ്ങനെ അവിടെ നിന്ന് മാറിപ്പോയി. അവനോട് ഒരു പരിഭവം കാട്ടുന്നില്ല.
അവനെയും നിർബന്ധിക്കുന്നില്ല. അവനെയും ക്രിസ്തു ശാഠ്യത്തോടുകൂടി ചേർത്ത് നിർത്തുന്നില്ല. പകരം മറ്റുള്ളവരെ മാനിക്കുന്ന, മറ്റുള്ളവരുടെ തീരുമാനത്തെ, മറ്റുള്ളവരുടെ ചിന്തകളെ, മറ്റുള്ളവരുടെ നിലപാടുകളെ മാനിക്കുന്നൊരു ആദരിക്കുന്ന ഒരു സുഹൃത്താണ് ക്രിസ്തു എന്ന് പറയുന്നത്. 3, യേശു എന്ന സുഹൃത്തിന്റെ ഒരു പ്രത്യേകത, യേശു ഒരു വലിയ പ്രചോദനം നൽകുന്ന സുഹൃത്താണ്. ഇൻസ്പിറേഷൻ, പ്രചോദനം നൽകുന്ന ചങ്ങാതി. യേശുവിന്റെ വാക്കുകൾ ഓരോന്നും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. സുവിശേഷങ്ങളിലുടനീളം കാണാം. ആരെല്ലാം തകർന്നിരുന്നു പോകും, ആരെല്ലാം നിരാശപ്പെട്ടിരുന്നു പോകും, ആരെല്ലാം ഒറ്റപ്പെട്ടു പോയോ, ആരെല്ലാം രോഗങ്ങളാൽ വലഞ്ഞു, അവർക്ക് ഇനിയും നിങ്ങൾക്കൊരു ജീവിതമുണ്ട്, ഇനിയും നിങ്ങൾക്കൊരു സാധ്യതയുണ്ട്, ഇനിയും നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ ഒരു വെളിച്ചമുണ്ട് എന്ന് പ്രചോദിപ്പിച്ച ക്രിസ്തുവാണ് ലോകത്തിന്റെ രക്ഷിതാവ്. മത്തായി സുവിശേഷം 14-ാം അധ്യായം 25-ാമത്തെ വാക്യം. രാത്രിയിലെ 4-ാം യാമത്തിൽ യേശു കടലിന്റെ കടന്ന് ശിഷ്യരുടെ അടുത്തേക്ക് എത്തുമ്പോൾ പേടിച്ച് നിലവിളിച്ച് ആ പടവിലായിരിക്കുന്ന ശിഷ്യന്മാരുടെ ഒരു ചിത്രം മത്തായി സുവിശേഷം 14-ലുണ്ട്. അപ്പൊ യേശു പറയുന്ന ഒരു വാക്കുണ്ട്, ധൈര്യപ്പെടുവിൻ, പേടിക്കേണ്ട, ഞാനാകുന്നു. ധൈര്യപ്പെടുവിൻ, പേടിക്കേണ്ട, ഞാനാകുന്നു. ആ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിത്തുടങ്ങുന്ന അല്പവിശ്വാസിയായ പത്രോസിനെ കൈനീട്ടി പിടിച്ച് യേശു ചോദിക്കുന്നു, നീ എന്തിനു സംശയിച്ചു? നീ എന്തിനു സംശയിച്ചു? അപ്പോൾ ജീവിതത്തിന്റെ അധ്വാനങ്ങളിലും മുന്നോട്ടുള്ള ജീവിതത്തിന്റെ പ്രയാണത്തിലും എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് നിരാശപ്പെട്ട് നിലവിളിക്കുന്ന ശിഷ്യരോട് യേശു നൽകുന്ന പ്രചോദനത്തിന്റെ വാക്കുകളാണ്, ധൈര്യപ്പെടുക, പേടിക്കരുത്. ഒരുപക്ഷെ ഈ ആലയത്തിൽ നമ്മൾ ആരാധനകൾക്കായി വരുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ആശ്വാസമാണ്, നീ പേടിക്കുക, നീ ഭയപ്പെടുക. നിന്നെ മുങ്ങി തുടങ്ങുമ്പോൾ കൈനീട്ടി ഉയർത്തുന്ന ഒരു കർത്താവുണ്ട്. താഴാൻ തുടങ്ങുമ്പോൾ നിന്നെ തള്ളിക്കളയാവുന്ന ദൈവമുണ്ട്. മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വചനങ്ങൾ. അവിടെ ശിഷ്യന്മാർ സഞ്ചരിച്ച പടകിൽ വലിയ ചുഴലിക്കാറ്റടിക്കുകയാണ്. തീര തള്ളിക്കയറി പടക് മുങ്ങാനായി. യേശു തലയിൽ വെച്ച് സുഖമായി ഉറങ്ങുന്നു. അപ്പോൾ ശിഷ്യന്മാർ യേശുവിനെ പെട്ടെന്ന് ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, വലിയ ശാന്തത ഉണ്ടായി. നിങ്ങളിങ്ങനെ ഭീരുക്കളാന്മാരുണ്ട്, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞാൽ യേശു കർത്താവിന്റെ പ്രവൃത്തികളും യേശുവിന്റെ വാക്കുകളും വീര്യപ്രവൃത്തികളും യേശു നടത്തുന്ന അത്ഭുതങ്ങളും യേശുവിന്റെ ജീവിതവും ഇത്രയേറെ അടുത്തു നിന്ന് ശ്രദ്ധിച്ചിട്ടും ഇത്രയേറെ സാക്ഷ്യം വഹിച്ചിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? നിങ്ങൾ എന്താണ് ഇപ്പോഴും നിങ്ങളുടെ ഭീരുത്വം കൊണ്ട് നടത്തുന്നത്? ആ സുവിശേഷ ഭാഗം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, കാറ്റും കടലും കൂടി അനുസരിക്കുന്ന ഇവനാ പ്രചോദനം നൽകുന്ന ചങ്ങാതിയാണ് ക്രിസ്തു. ആ ക്രിസ്തു നമ്മെ സദാ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും, പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. ലാളിത്യത്തിൽ ലളിതമായി പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സമീപം വന്നാൽ ഒരു നെഗറ്റീവും നമുക്കുണ്ടാവുകയില്ല. നിഷേധാത്മക ചിന്തകളിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന സ്നേഹിതനാണ് ക്രിസ്തു. മനുഷ്യർ നമ്മെ നിരുത്സാഹപ്പെടുത്താറുണ്ട്. നമ്മൾ സാധാരണ കേൾക്കും, നീ പഠിച്ചില്ലെങ്കിൽ ജയിക്കില്ല, നീ അധ്വാനിച്ചില്ലെങ്കിൽ നിനക്കൊരു രക്ഷയും ഉണ്ടാവുകയില്ല, നിന്റെ ജീവിതം പോക്കാണ്, നീ രക്ഷപ്പെടുകയില്ല, ആ വീടിന്റെ കാര്യം തീർന്നു, നിന്റെ മക്കളുടെ ഭാവി ഇരുളിലാണ്, ഇനി നിനക്കൊരു മടങ്ങി വരില്ല, ഇങ്ങനെ ആ രോഗം സൗഖ്യമാവുകയില്ല, നിനക്ക് ഇനി ഒരു നന്മ ഉണ്ടാവുകയില്ല. ഇങ്ങനെ നെഗറ്റീവ് വാക്കുകൾ പെരുമഴ പോലെ നമ്മുടെ ജീവിത പരിസരങ്ങളിൽ പെയ്തിറങ്ങുമ്പോൾ ക്രിസ്തു പറയുന്നത്, പേടിക്കില്ല, ഭയപ്പെടില്ല, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. 4, ഈ സ്നേഹത്തിന്റെ ഒരു സുപ്രധാനമായ പ്രത്യേകതയാണ് എംപതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടർച്ചകളിൽ ഇഴുകിച്ചേരുന്ന സ്നേഹിതനാണ് നമ്മുടെ ക്രിസ്തു. എംപതി, ഇംഗ്ലീഷിൽ മനോഹരമായ 2 പദങ്ങളുണ്ട്, സിമ്പതി ആൻഡ് എംപതി. സിമ്പതി എന്ന് പറഞ്ഞാൽ ഒരു അയ്യോഭാവം, ആരുടെയെങ്കിലും കഷ്ടങ്ങൾ കാണുമ്പോൾ അയ്യോ നിനക്കിത് സംഭവിച്ചു പോയല്ലോ, അത് സിമ്പതി. അയ്യോ എന്ന് തോന്നിയിട്ട് നമ്മളത് മാറിപ്പോകും. എംപതി എന്ന് പറഞ്ഞാൽ ഈ കഷ്ടം അനുഭവിക്കുന്ന ആളിന്റെ കഷ്ടം, അവന്റെ വേദന അല്ലെങ്കിൽ അവരുടെ വേദന നമ്മുടെ വേദനയായി നമ്മൾ ഏറ്റെടുത്തിട്ട് അവരോട് ഇങ്ങനെ ചേർത്ത് നിൽക്കും. ഒരാൾ ഇങ്ങനെ കരയുമ്പോൾ കൂടെ ചേർന്നിരുന്ന് കരയുകയും കൂടെ ചേർന്നിരുന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്യും. അവരുടെ വേദനയോട് നമ്മൾ ചേർന്നിരിക്കും. ഇതിന്റെ പേരാണ് എംപതി. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം ക്രിസ്തുവിന് പ്രിയനായ, ക്രിസ്തുവിന്റെ സ്നേഹിതൻ, അങ്ങനെയാണ് ആ അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, യേശുവിന് പ്രിയപ്പെട്ടവൻ, യേശുവിന്റെ സ്നേഹിതൻ ലാസർ മരണപ്പെട്ടു. അപ്പൊ ലാസർ മരണപ്പെട്ടു, കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി.
ഈ ലാസറിന്റെ ഉയർപ്പും ലാസറിന്റെ വീട്ടിൽ നടന്ന അത്ഭുതവും നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, നമ്മളൊക്കെ അത് ആവർത്തിച്ച് ധ്യാനിക്കാറുണ്ട്. പക്ഷേ യേശു എന്ന സ്നേഹിതൻ ആ മരണ വീട്ടിൽ എങ്ങനെയാണ് ഇടപെട്ടത് എന്ന് നമ്മൾ സൂക്ഷ്മതയോടുകൂടി വായിക്കണം. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 33-ാമത്തെ വാക്യം, മറിയയും കൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ട് യേശുവിന്റെ ഉള്ളം നൊന്ത് കലങ്ങി. യേശുവിന്റെ ഉള്ളം നൊന്ത് കലങ്ങി. 11-ാം അധ്യായം 35-ാമത്തെ വാക്യം, യേശു കണ്ണുനീർ വാർത്തു. ഇംഗ്ലീഷ് NRSV ബൈബിളിൽ വളരെ കൃത്യതയോടുകൂടി എഴുതിയിട്ടുണ്ട്, ജീസസ് വാസ് ഗ്രേറ്റ്ലി ഡിസ്റ്റർബ്ഡ് ഇൻ സ്പിരിറ്റ് ആൻഡ് ഡീപ്ലി മൂവ്ഡ് ജീസസ് began to weep. എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനകളും നമ്മുടെ കണ്ണുനീരും നമ്മുടെ ഉള്ളിലെ ഞരക്കങ്ങളും ഇതെല്ലാം യേശുവിനും ഉണ്ടായി. അതാണ് ആ സ്നേഹത്തിന്റെ പ്രത്യേകത. ഒരു പഴയ ഒരു സിനിമ പാട്ടുണ്ട്, കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, ചിരിക്കാൻ അറിയാത്ത കരയാൻ അറിയാത്ത കളിവൻ പ്രതിമകളെ എന്ന് പറയുന്ന പാട്ടുണ്ട്. വാസ്തവത്തിൽ ഈ ലോകത്തിലുള്ള ദൈവങ്ങൾക്കെല്ലാം അങ്ങനെയാണ് ഒരു പ്രത്യേകത. ആ ദൈവങ്ങൾ ചിരിക്കില്ല, കരയില്ല, കണ്ണു തുറക്കില്ല. അവരിങ്ങനെ പ്രതിമകളെ പോലെ ഇരിക്കുമ്പോൾ യേശു നമ്മുടെ കണ്ണുനീർ മനസ്സിലാക്കും. യേശു നമ്മുടെ സങ്കടങ്ങൾ അറിയും. കരയുന്നവരോടുകൂടെ കരയും, നൊമ്പരപ്പെടുന്നവരോടുകൂടെ നൊമ്പരപ്പെടും. അതാണ് ക്രിസ്തു എന്ന സ്നേഹിതന്റെ പ്രത്യേകത. യേശു നമ്മെ അറിയും, യേശു നമ്മെ ഉള്ളതുപോലെ അറിയും. 5. ഈ ക്രിസ്തു എന്ന സുഹൃത്തിന്റെ ഒരു പ്രത്യേകത, യേശു വിധിക്കാറില്ല. വിധിക്കാത്ത സുഹൃത്താണ് ക്രിസ്തു. നോൺ ജഡ്ജ്മെന്റ്. ഈ വിധി പറയുക എന്ന് പറയുന്നത് യേശുവിന് അത്ര ഇഷ്ടമുള്ള കാര്യമില്ല. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം, ഒരു സ്ത്രീ ഇങ്ങനെ മരണശിക്ഷയ്ക്ക് യോഗ്യയായ ഒരു സ്ത്രീ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ വേണ്ടി ദേവാലയത്തിൽ എത്തുമ്പോൾ യേശു പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. അവസാനം ഈ സംഭവം നടക്കുന്നതിന്റെ അവസാന ഭാഗത്ത് യേശു ആ സ്ത്രീയോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ? ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. ഇനി പാപം അരുത്. ഞാൻ നിന്നെ വിധിക്കുന്നില്ല, ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ല. വിധി പറയാൻ വെമ്പൽ കൊള്ളുന്ന ആളല്ല നമ്മുടെ ക്രിസ്തു എന്ന സ്നേഹിതൻ. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 7-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലും ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിലും വിധിക്കരുത്, വിധിക്കരുത്, നിങ്ങൾ വിധിച്ചാൽ അതേ അളവിനാൽ നിങ്ങൾ വിധിക്കപ്പെടും. അതുകൊണ്ട് വിധിവാചകം പറയാൻ നമ്മൾ യോഗ്യരല്ല. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം, ദൈവത്തിന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. വിധി പറയാൻ വെമ്പൽ കൊള്ളുന്ന നാഥനല്ല, സുഹൃത്തല്ല നമ്മുടെ ക്രിസ്തു. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം നമുക്കറിയാം, യേശു അപ്രതീക്ഷിതമായെങ്കിലും സക്കായിയുടെ വീട് സന്ദർശിക്കുകയാണ്. ഹൗസ് വിസിറ്റ്. സക്കായിയുടെ വീട് സന്ദർശിക്കുമ്പോൾ ഒരു വാക്കുകൊണ്ട് പോലും യേശു അവരെ കുറ്റപ്പെടുത്തുന്നില്ല. നീ എന്തിനാണ് ചതിവായി വാങ്ങിയത്? നീ എന്തിനാണ് ആളുകളെ ഇത്രയും ബുദ്ധിമുട്ടിച്ചത്? ഇന്നത്തെ പച്ച ഭാഷയിൽ പറഞ്ഞാൽ, നീ എന്തിനാണ് ആളുകളുടെ കഴുത്തറുത്തത്? നീ എന്തിനാണ് ഇങ്ങനെ പണപലിശ വാങ്ങിയത്? എന്തിനാണ് നീ ആളുകളെ ബുദ്ധിമുട്ടിച്ചത്? നമ്മുടെ ഭൂതകാലത്തെ ചൊല്ലി ഒരു ചോദ്യവും ദൈവം ഉയർത്തുന്നില്ല. പകരം സക്കായിയാണ് പറയുന്നത്, ദൈവമേ, പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ മടക്കി നിന്ന. അപ്പോൾ യേശു പറയും, ഇവൻ അബ്രഹാമിന്റെ മകൻ. വിധിക്കാത്ത സുഹൃത്താണ് നമ്മുടെ ക്രിസ്തു. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം 36-ാം വാക്യം അവിടെ എഴുതിയിട്ടുണ്ട്, ഒരു സ്ത്രീ ഒരു വെങ്കൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്ന് യേശുവിനെ അഭിഷേകം ചെയ്യുകയാണ്. അപ്പോ ഈ ചുറ്റും കൂടി നിന്നവർ ഒരു ചർച്ച ആരംഭിച്ചു. എന്തിനാണ് ഈ പാഴ്ചെലവ്? ഇത്രയും വില കൂടിയ തൈലം യേശുവിന്റെ ശരീരത്തിൽ അഭിഷേകം ചെയ്ത് എന്തിനാണ് നീ നഷ്ടപ്പെടുത്തുന്നത്? ഇത് വല്ല പാവങ്ങൾക്ക് കൊടുത്തൂടെ എന്നാണ് ചർച്ച. അപ്പൊ യേശു പറയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ പോകുന്നു. അപ്പൊ എന്റെ ശവസംസ്കാരത്തിന് മുന്നോടിയായി അവൾ ചെയ്തതാണ് എന്ന് വിചാരിച്ചത്. മരിക്കാൻ പോകുന്നതിന് മുൻപ് ഒരാൾ ചെയ്തൊരു അഭിഷേകം. പക്ഷെ ആ ചർച്ച തുടർന്നിരിക്കും. ഇപ്പോ ഒരു 8-10 ആവാൻ പോകുന്നു. എല്ലാ ചാനലുകളിലും വളരെ വളരെ ഗൗരവമായി ചർച്ചകൾ നടക്കുന്ന സമയമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുവാദങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, ആരോപണങ്ങൾ. അവസാനം ഒരു 9-9:30 ആകുമ്പോൾ ഒരു വിധിവാചകം ചൊല്ലി മിക്കവാറും ദിവസം ഈ ചർച്ചകൾ അവസാനിപ്പിക്കും. പക്ഷെ ഈ സ്ത്രീയുടെ ജീവിതം ചർച്ച ചെയ്യപ്പെടുകയാണ്. അന്നത്തെ കാലത്ത് സ്ത്രീയുടെ കയ്യിൽ ഇത്രയും വില കൂടിയ പരിമള തൈലം വരാനൊരു സാധ്യതയില്ല. സ്ത്രീകളുടെ കൈവശം കാശ് വരാനൊരു സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ ഈ സ്ത്രീയുടെ കയ്യിൽ ഒരു വെങ്കൽ ഭരണി വിലയേറിയ പരിമള തൈലം എങ്ങനെ വന്നു എന്ന് ചർച്ചയ്ക്ക് വരും. അങ്ങനെ ചർച്ചയ്ക്ക് വന്നാൽ ഈ സ്ത്രീയുടെ അത്ര നല്ലതല്ലാത്ത ജീവിതം സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. പാപിനിയാണ് സ്ത്രീ. അത്ര നല്ലതല്ലാത്ത ജീവിതം നയിച്ച ഈ സ്ത്രീ അവരുടെ ജീവിതം ചർച്ചയ്ക്ക് വരും. ആ സ്ത്രീ അപമാനിക്കപ്പെടും. ആ ചർച്ചയെ അവർ അവസാനിപ്പിച്ച് യേശു പറയും, എന്റെ മരണത്തിന് മുന്നോടി ഞാൻ ചെയ്തു എന്ന് വിചാരിച്ചാൽ. ഒരു ശബത്ത് ദിവസം യേശു ശിഷ്യന്മാരുടെ ഒരു
ഒരു വിളഭൂമിയിൽ കൂടി ഇങ്ങനെ നടന്നു പോയി. അപ്പോൾ ശിഷ്യന്മാർക്ക് വിശന്നപ്പോൾ എന്ത് ചെയ്തു? ഈ സമീപത്ത് കണ്ട വയലിൽ നിന്ന് ചില കതിരുകളൊക്കെ അടർത്തിയെടുത്ത് കഴിച്ചു. സത്യത്തിൽ മോഷണമോ? ആരുടെയോ വയൽ, ആരോ കൃഷി ചെയ്തിരിക്കുന്നത് അടർത്തിയെടുത്ത് കഴിച്ചു. മോഷണമോ ശിഷ്യന്മാർ ചെയ്തു? ഒരു ചർച്ച ആരംഭിച്ചു. പരീക്ഷന്മാർ പറഞ്ഞു, ഈ ശബത്ത് ദിവസം നിന്റെ ശിഷ്യന്മാർ ഈ വിഹിതമല്ലാത്ത കാര്യം ചെയ്തിരിക്കുക. അപ്പോൾ യേശു പറഞ്ഞത്, അങ്ങനെയാണ് എങ്കിൽ പണ്ട് എനിക്കൊരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. അപ്പൂപ്പന്റെ പേര് ദാവീദ് എന്നാണ്. ഈ ദാവീദ് ദേവാലയത്തിൽ പുരോഹിതന്മാർക്ക് വേർതിരിച്ചിരുന്ന കാഴ്ചയപ്പം ദാവീദ് വിശന്നപ്പോ ദാവീദ് എടുത്ത് കഴിച്ചു. അപ്പൊ ദാവീദ് എടുത്ത് കഴിച്ചത് മാത്രമാണ് പ്രശ്നം. ഈ കൂടെ നിന്ന് ആളുകൾക്കൊക്കെ എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പാടില്ലാത്ത ദാവീദും വിശന്ന് കൂടുതൽ ആളുകൾക്ക് എല്ലാവരും കൊടുത്തു കളഞ്ഞു. യേശു അതിന് എത്ര നിസ്സാരമായി ആ ചർച്ചയെ അവിടെ അവസാനിപ്പിക്കുന്നുണ്ട്. പണ്ട് അപ്പൂപ്പൻ ദാവീദ് ചെയ്ത കണക്കില് ഇതൊക്കെ ചെയ്ത ദിവസം ഇതൊക്കെ സാരമില്ലെന്ന് ശിഷ്യന്മാരെ കുറിച്ച് കതിര് അടർത്തിയെടുത്ത് കഴിച്ചത് സാരമില്ല. വിധിക്കാത്ത സുഹൃത്താണ് ക്രിസ്തു. യാതൊരുതല്ല കരുണയിലാണ് ദൈവപ്രസാദം. ഇത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കയില്ലായിരുന്നു. ഒരു കാര്യത്തെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ക്രിസ്തു എന്ന സുഹൃത്തിന്റെ പ്രത്യേകത ഡിപ്പെൻഡബിൾ ആണ്. ആശ്രയിക്കാവുന്ന സ്നേഹിതൻ, അഭയം പ്രാപിക്കാവുന്ന സ്നേഹിതൻ. ഒരൊറ്റ ഉദാഹരണം മാത്രം പറയട്ടെ. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം 42-ാമത്തെ വചനം. ഒരുപക്ഷെ ഈ വേദപുസ്തകത്തിലെ ഏറ്റവും മനോഹരമായ മധ്യസ്ഥ പ്രാർത്ഥന, ഒരു വരി പ്രാർത്ഥന. ഞാൻ നിങ്ങളൊക്കെ വളരെ നീട്ടി മണിക്കൂറുകളോട് പ്രാർത്ഥിക്കുന്നവരാണ്. എത്ര സമയം വേണോ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ ഒരു വരി മാത്രം പ്രാർത്ഥിച്ചു ഒരു മനുഷ്യൻ. എന്താണ് പ്രാർത്ഥിച്ചത്? യേശുവേ, നീ രാജ്യത്തെ പ്രാർത്ഥിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണം. ഒറ്റ വരി. ഈ ലോകം കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും മനോഹരമായ മധ്യസ്ഥ പ്രാർത്ഥന. യേശു പറയും, ഇന്ന് നീ എന്നോടൊപ്പം പറുദീസയിൽ. ഞാനൊരു വാക്ക് അവസാനിപ്പിക്കട്ടെ. ജീസസ് നമുക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഒരു നല്ല സുഹൃത്താണ്, നല്ലൊരു ഫ്രണ്ടാണ്. അപ്പോൾ FRIEND ഈ 6 വാക്കുകളെയാണ്, ഈ 6 അക്ഷരങ്ങളെയാണ് ഞാൻ നിങ്ങളോട് പങ്കിടാനായിട്ട് ശ്രമിച്ചത്. F എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത്ഫുൾ, നമുക്ക് നമ്മെ വിട്ടുകളയാതെ വിശ്വസിക്കാവുന്ന സുഹൃത്താണ് ക്രിസ്തു. R എന്ന് പറഞ്ഞാൽ റെസ്പെക്ട്ഫുൾ, നമ്മെ നമ്മുടെ ജീവിതത്തിന്റെ മാന്യത അംഗീകരിക്കുന്ന ക്രിസ്തു, നമ്മെ ഉള്ളതുപോലെ സ്വീകരിക്കുന്ന ക്രിസ്തു, നമ്മുടെ ജീവിതത്തെ ആദരിക്കുന്ന ക്രിസ്തു. I എന്നാൽ ഇൻസ്പിറേഷൻ. ഈ ലോകം നമ്മെ പേടിപ്പെടും. ഈ ലോകം നമ്മെ ഭയപ്പെടുത്തുമ്പോൾ ധൈര്യമായിരിക്കെ, നീ പേടിയില്ല എന്ന് പറയുന്ന ധൈര്യം നൽകുന്ന പ്രചോദിപ്പിക്കുന്ന ക്രിസ്തു. ഈ എന്ന് പറഞ്ഞാൽ എമ്പതി. എന്റെ ജീവിതത്തിന്റെ സങ്കടം ഞാൻ അനുഭവിക്കുന്നത് പോലെ എന്നോട് ചേർന്നിരുന്ന് അനുഭവിക്കുന്നവരാണ് ക്രിസ്തു. എന്റെ ഉള്ളം മുന്നപ്പെടുമ്പോൾ, എന്റെ കണ്ണിൽ നിറഞ്ഞിടുമ്പോൾ, ഞാൻ രോഗത്താൽ മാറിപ്പെടുമ്പോൾ, ജീവിതത്തിന്റെ ക്ലേശങ്ങളാൽ പറയുമ്പോൾ മറ്റാരുമില്ലെങ്കിലും എന്നോട് ചേർന്നിരിക്കുന്ന ക്രിസ്തു. എന്നെന്ന് പറഞ്ഞാൽ നോ ജഡ്ജ്മെന്റ്. നമ്മെ വിധിക്കാത്ത ക്രിസ്തു. വിധിമാനം ചൊല്ലി നമ്മെ മാറ്റി നിർത്തുകയില്ല, വിധി പറഞ്ഞ് ഒഴിവാക്കുകയില്ല. നമ്മെ സ്നേഹത്തോടെ വിളിച്ചത്. അവസാനം ഡിപ്പെൻഡബിൾ, ആശ്രയിക്കാവുന്ന സ്നേഹിതൻ. ഫെയ്ത്ത്ഫുൾ, റെസ്പെക്ട്ഫുൾ, ഇൻസ്പിറേഷൻ, എംപതി, നോൺ ജഡ്ജ്മെന്റൽ ആൻഡ് ഡിപ്പെൻഡബിൾ. യഥാർത്ഥ സ്നേഹിതൻ, മാറ്റമില്ലാത്ത സ്നേഹിതൻ, നല്ല സ്നേഹിതൻ ഈ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലുണ്ട്. ലോക സൗഹൃദ ദിനം എന്ന നിലയിൽ മാത്രമല്ല, എല്ലാ ഇടങ്ങളിലും ഈ ക്രിസ്തു എന്ന സ്നേഹിതനോടൊപ്പം സഞ്ചരിച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹമാണ്. നേരിട്ടാലും ഭാരമുള്ളിൽ വന്നാലും രോഗിയായി തീർന്നെന്നാലും യേശുവിൽ ഞാൻ ചാരിടും. രോഗിയായി തീർന്നെന്നാലും യേശുവിൽ ഞാൻ ചാരിടും. യേശു എന്ന ഭയകേന്ദ്രം, മാറ്റമില്ലാ സ്നേഹിതൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. ആമേൻ.